ಹಾಯ್ ಗೈಸ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್. ಇಂದಿಲ್ಲಿ ಮ್ಯಾಂಗ್ಳೂರ್ ಸ್ಟೈಲ್ ಬೀಫ್ ಬಿರಿಯಾನಿ എങ്ങനെ ആക്രേച്ച് ಅಂತ നോക്കാം ಬರು. ബിരിയാണിക്ക് ഇല്ലേ 2 കപ്പ് ഫോർച്യൂണർ അരി സോക്കാക്കി വെക്കണം ഒരു ഹാഫ് ഹാഫ് ആൻ അവർ മൈ. അതിൽ പിന്നെ ഒരു തേങ്ങര ഗ്രൈൻഡർ ഇട്ടിട്ട് നല്ല ഗ്രൈൻഡ് ആക്കണം, നല്ല പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ആവണം. ഇത് മസാലഗാവ. അതിൽ പിന്നെ ഒരു കുക്കർക്ക് ഒരു 4 ഓണിയൻ 2 ടൊമാറ്റോ നല്ല ചോപ്പാക്കിത്ത്, അതിൽ പിന്നെ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് അതിക്ക് കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ പെനൽസ് പൗഡർ ബഡസപ്പ് പൗഡർ അത് ഇട്ടിട്ട് തെല്ല നീമ്പು ಪಾನಿ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಅದರ ಕೈಲಿ നല്ല ಮಿಕ್ಸ್ ಹಾಕೋಣ. ಇದಕ್ಕೆ ನಾನು ഒരു ತೆಲ್ಲುം ಆಯಿಲ್ ಬೀತಿಲ್ಲ, ಆಯಿಲ್ ಯೂಸ್ ആക്കിയിട്ടേ ഇല്ല ഈ മസാലക്ക്. നല്ല സ്പ്രെഡ് ആക്കിയിട്ട് അതിക്ക് ക്ലീൻ ആക്കി വെച്ച് ബീഫ് ഇട്ടിട്ട് ഒരു 7 വിസിൽ ಬರ್ಪಾಟೋನು. ನನ್ನ ಚಾನಲ್ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആക്കുക മറക്കണ്ട. പിന്നെ ನನ್ನ ಚಾನಲ್ ഇങ്ങനെ വാച്ച് ആക്കിയൊന്നിക്കോರು, నాకు സപ്പോർട്ടും ആക്കിയൊന്നിക്കോರು. ಲೈಕ್ ಶೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋಗು ಮರಕಂಡ. ಬೀಫ್ರನ್ನೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಬೇಯ್ಕೊನು. ಅದಕ್ಕೆ ತೆಲ್ಲು ವಾಟರ್ ಬೀತನು ഒരു ഹാഫ് ഗ്ലാസ് മൈ. ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു 7 വിസിൽ ಬರ್ಪಾಟೋನು. ഇപ്പോൾ ഇവിടെ റൈസിക്ക് തന്നി വെച്ചിരേ, തന്നി നല്ല കാഞ്ഞാൽ പിന്നെ അതിക്ക് സ്പൈസസ് ഇട്ടിട്ട് ടേസ്റ്റിಗೆ വേണ്ടത്ര ഉപ്പ് ഇട്ടിട്ട് ತೆಲ್ಲ ನೀಂಬು ಪಾನಿ ಬೀತನು ಚೆನ್ನಂಗೆ ತೆಲ್ಲ ಗೀಯಂ ಬೀತನು. ಅದು ചോറിനെಲ್ಲ ಬಿಡಿ ಬಿಡಿ ಆಯ್ತು ಇಕ್ಕರು ಮುದ್ದಾವಿಲ್ಲ. ತನ್ನಿ നല്ല ಕಾഞ്ഞಲ್ പിന്നെ അതിക്ക് റൈസ് ഇടണം. നോക്കി ഒന്ന് തിക്കോನು, ഇല്ലെങ്കിൽ അത് ಬೇಗ ಬೇವರು. നല്ല ಬೆಂದಲ್ പിന്നെ ಫ್ಲೇಮ್ ಆಫ್ ആക്കിയിട്ട് അതിരെ ബാർക്കൊന്നു ചോറ്. പിന്നെ ഒരു എട വെച്ചിട്ട് അതിക്ക് തെല്ല് ಗೀ പിന്നെ സൺഫ്ലവർ ഓയിൽ ബീത്തിട്ട് ಆನಿಯನ್ ഒരു ಆನಿಯನ್ ನಾನು ಫ್ರೈ ಆക്കി ಅಂತುಲ್ಲ. എനിക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും അതിൽ ഫ്രൈ ആക്കാം. ನಾನಿಡ್ಲ ഉടമക്കಗೆ ആർക്കും ഇഷ്ടാവില്ല, ഇട്ടെങ്കെಲ್ಲ സൈഡിലെ ಬೇಕಾರು ಅದಕ್ಕೈತೆ ನಾನು ಇಡೋಗೆ പോണില്ല. റൈസും റെഡി ആಯ್ತು, ಆನಿಯനും നല്ല ഫ്രൈ ആಯ್ತು. അതിൽ എടുത്തിട്ട് ಬೇರೆ ಮೇಲೆ ಸಪ್ರೇಟ್ ಬೇಯ್ಕೊನು. അതിൽ പിന്നെ ഒരു ಪ್ಯಾನ್ ಸ್ಟವ್ರ ಮೇಲೆ വെച്ചിട്ട് അതിക്ക് തെല്ല് ಗೀ ബീത്തിട്ട് ഫുള്ള് സ്പ്രെഡ് ആക്കണം. അതിൽ പിന്നെ ഈ ಬೆಂದ റൈസിരെ ഇടണം. ഞാനിവിടെ ചോറ് 2 സ്റ്റെപ്പ് ആക്കി ಅಂತುಲ್ಲ, നിങ്ങൾക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിൽ ആക്കാം. ചുമ ചോറുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്പ് വേണമെങ്കിൽ ആക്കാം. അതിക്ക് തെല്ല് ടർമറിക്ക് തെല്ಲು വാട്ടർ ಬೇಯ್ತಿತ್ತು ಮಿಕ್ಸ್ ಹಾಕಿತ್ತು അതിക്ക് ഇട്ടോന്നില്ല. അതിൽ പിന്നെ ഫ്രൈ ഓനിയൻ പിന്നെ കൊറിയാണ്ടർ ലീവ്സ് മിക്സ് ആക്കണം. അതിൽ പിന്നെ ഓനിയൻ ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടല്ലേ അതിൽ ഒരു 2 സ്പൂൺ എത്ര ബീത്തണം. പിന്നെ 2ാമത്തെ സ്റ്റെപ്പ് റൈസ് ഇട്ടോന്നില്ല. റൈസ് ഇട്ടിട്ട് അതിക്ക് ടർമറിക്ക് ഇട്ടിട്ട് പിന്നെ അതെ കൊറിയാണ്ടർ ലീവ്സും പിന്നെ ഫ്രൈ ഓനിയൻ ഇട്ടിട്ട് ಆಯಿಲ್ ಬೀತಿತ್ತು ಅದರ ಮೇಲ್ಗೆ ತೆಲ್ಲು ಗೀ ಬೀತಿತ್ತು. ಆದರೆ ഒരു പല തവ മിത്ത് ഇന്നെങ്കിൽ അതിൽ സ്റ്റൗർ മേൽ വെച്ചിട്ട് ಅದರ ಮೇಲೆ ഈ പോട്ട് വെച്ചിട്ട് ಅದರ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ്സ് മതിയാവും. 10 മിനിറ്റ്സ് ദമ്മിൽ വയ്ക്കണം. ഇവിടെ മസാല ഇറച്ചി ബീഫ് ಬೆಂದಿತ್ತು, കായം റെഡി ആയിരു. ಬೆಂದ ಬೀಫಿಗೆ ಈ ಅರ್ಚಿ ಗ್ರೈಂಡ್ ಆಕಿ വെച്ച് തേങ്ങയില്ലേ അതിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിക്ക് തെല്ല് തളിച്ചോമ്പറുമ്പത്ത് കൊറിയാണ്ടർ ലീവ്സ് ഇടണം. മസാലയും ആಯ್ತು. ഇതിൽ പിന്നെ റൈസിനെ നല്ല മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേಟಿಗೆ ಫಸ್ಟಿಗೆ മസാല ഇടണം. ಅದರ ಮೇಲ್ಗೆ ಈ ರೈಸ್ ಇಡೋಣ. ಬಿರಿಯಾನಿ ರೆಡಿ ಆവും. Thank you for watching my channel. Bye bye. Jazakallahu khair.